കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ ഹലോ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലൊരു ഇതിനകത്തല്ലേ നമ്മൾ ഓ അവസാനം. അതെ അതെ അതെ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. വിശേഷങ്ങൾ ഞങ്ങൾ പിന്നെ എപ്പോഴും അറിയുന്നുണ്ട്. ആ, അതെ, അതെ. ജോൺ ചേട്ടാ ജഡ്ജാണല്ലേ? അല്ല, ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ ആഹാ. എങ്ങനെ ധ്യാൻ ഇവിടെ വരാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഇന്ന് ഷൂട്ടിംഗ് ഇല്ലാത്തൊരു ദിവസം ധ്യാൻ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കുള്ളൊരു സന്തോഷം വളരെ വലുതാണ്. ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷത്തെ എത്ര പടം ചെയ്തു? നമ്മള് നാലഞ്ചെണ്ണം ചെയ്തു. ചെയ്തു. ഓ ഓ അടിപൊളി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ അയച്ചായിരുന്നു. ഇതിനും സമയം കിട്ടുന്നുണ്ടല്ലേ, കാശിന് അത്യാവശ്യം ഉണ്ടെന്നല്ലേ. എന്റെ ഈ ഇതിനകത്ത് ഫോട്ടോ അയച്ചിട്ട് എങ്ങനെ കിട്ടുന്നു സമയവും അത് എന്നോട് ഇത്രയും തിരക്കുകളാണ്. ഞാൻ നോക്കിയപ്പോ അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ജഡ്ജാ? ധ്യാന ജഡ്ജാണ്. അങ്ങനെ പറയാം. ആ ഇവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ആയിക്കൂടെ? ജഡ്ജി അല്ലല്ല, ജഡ്ജിങ് ഒന്നല്ല, നമ്മളൊരു കുടുംബാണ്. അപ്പൊ അതിന്റെ ഒരു ചേട്ടൻ ചേച്ചി എന്നുള്ള ഒരു ഭാഗമാണ്. കുടുംബത്തിലാരാ? അമ്മാവനാ? അല്ല, ഇത് അപ്പൂപ്പൻ, ചെറുമോള്. ചെറുമോക്ക് എന്നേലും പ്രായമുണ്ട്. ഞാനിതിൽ പങ്കെടുക്കുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും ചിലപ്പോ. കാരണം ജഡ്ജിനെ സ്വാധീനിക്കാനുള്ള ഇതൊക്കെ എനിക്കറിയാം. ജഡ്ജിന്റെ വീക്ക്നെസ് അറിയോ? നല്ല അറിയാം. ഒരു വീക്ക്നെസ് പറയോ? പുറത്ത് പറയാൻ പറ്റത്തില്ല. അല്ലല്ല, ധ്യാനോട് ചോദിച്ചാൽ ധ്യാൻ പറയാ. അതാണ് ധ്യാനാണെങ്കിൽ ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു മനുഷ്യൻ. ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ വീക്കിനെസ് എന്താ ധൈര്യമായിട്ട് പറഞ്ഞു. മോശം. ഇതൊരു ഫാമിലി ഷോ ആണ്. അതെ അതെ, വേണം പറയാം. ആളുടെ വൈഫ് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കണ ഒരു പരിപാടി. അതെ ധ്യാനെ, ഞാൻ ചുമ്മാ ചോദിക്കാം. ഇതിനകത്തുള്ള ഒരു ചോദ്യമല്ല. 18 പോലും കൺഫേം ആണല്ലോ അല്ലേ? വിഷയം മാറ്റിയതാ. കാശ് കിട്ടിയല്ലോ അല്ലേ? സിംഗിൾ പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞു. ധ്യാൻ പറയോ അപ്പൊ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം ഇപ്പോഴും December 9th ഒരു സിനിമ റിലീസ് ഉണ്ട്, വീഗം എന്ന് പറഞ്ഞിട്ട്, അബാമിന്റെ ബാനറിൽ. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് ഞങ്ങൾ എന്തുകൊണ്ട് തിയേറ്ററിൽ വരണം അത് പറ. തിരക്കാട്ടില്ലാത്തൊരു സസ്പെൻസ് ത്രില്ലറാണ്. കഥ എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്കൊരു 15 ദിവസം എന്റെ ഭാഗം മാത്രമേ എനിക്ക് അറിഞ്ഞുള്ളൂ. കാരണം ഷീലു മാഡം അവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പുള്ളിക്കാരിയാണ്. അപ്പൊ ഈ ഫുൾ ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കുന്ന പരിപാടി ഒന്നുമില്ല? ഇല്ല ഇല്ല, ഫുള്ളി ഡയറക്ടറിനെ നമ്മൾ വിശ്വസിക്കും. ഞാനൊരു 3-4 പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് അങ്ങ് പിടിക്കും. അവിടെ അതുപോലെയൊക്കെ തന്നെ. അത് തീരെ അറിയില്ല കഥ. ശരിക്കും പറഞ്ഞാലേ ഞാൻ ധ്യാനോട് ഒരു ദിവസം പറഞ്ഞു, ധ്യാനിലൂടെ ഞാൻ പലതും പഠിച്ചു തുടങ്ങി. ഒരു കഥ അറിയില്ല. ഏതെങ്കിലും കഥ അറിയാമോ? കഥയോ? എന്റെ റോൾ എനിക്കറിയാം. പിന്നെ അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ല. അങ്ങനെ അറിയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കഥയില്ലാത്ത മനുഷ്യനാ. ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ നദിർസാരം കണ്ടാണെന്ന് തോന്നുന്നു 20 പടം കണ്ട് നായകനായിട്ട്. അത് മിക്കവാറും ധ്യാൻ ഈ വർഷം ബ്രേക്ക്. ഓടുന്ന പടങ്ങൾ കുറവാണ്. ഒന്ന് നമ്മുടെ ധ്യാനും ഷൈൻ ടോമും തമ്മിലൊരു മത്സരമുണ്ട്. ഷൈൻ്റെ വേറെ രീതിയിലുള്ളൊരു ഇത് വേറെ കുറച്ച് ആക്ഷേപഹാസ്യവും പരിപാടിയൊക്കെയാണല്ലോ. അങ്ങനെയാണ്. എനിക്ക് ബേസിൽ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഈയിടെ ധ്യാൻ്റെ ഒരു ഭയങ്കര തമാശ ഉണ്ടായി. അതായത് എന്നോട് ധ്യാൻ പറഞ്ഞു, ജോണിച്ചേട്ടാ ഈ ജയ ഇറങ്ങാൻ പോവാണ്, അത് ഓടിയാൽ ഇവൻ ഭയങ്കര ശമ്പളമാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി അത് ഓടുകയും ചെയ്തു. അപ്പൊ ഞാൻ ധ്യാനെ വിളിച്ചു, ധ്യാനെ ഓടിയല്ലോ, പടം ഓടിയല്ലോ, അവൻ പണി പറ്റിച്ചല്ലോ. ഞാൻ അവനെ വിളിച്ചായിരുന്നു ചേട്ടാ. അപ്പം ഞാൻ ബേസിൽ വിളിച്ചു, ധ്യാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ബേസിനോട് ധ്യാൻ, എടാ പടം കൊള്ളാടാ, നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, നീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നീ പറ്റുമെങ്കിൽ അഭിനയം നിർത്ത് കേട്ടോ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തുന്നോട് പറഞ്ഞ ആളാ. അല്ല, അവനിപ്പോ ശമ്പളം കൂട്ടിയല്ലോ ഇപ്പൊ. അവനിപ്പോ അവിടെ പുറത്ത് പറയുന്ന അവൻ വരെ ഇത്രയും വാങ്ങിക്കുന്നുണ്ട്, പിന്നെന്താ എനിക്ക് വാങ്ങിച്ചുകൂടാത്തെന്നുള്ളതാണ് പുള്ളിയുടെ. ഓക്കെ, അതെ, ഇത് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ആളും എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പൊ എന്റെ ആളെ കൂടെ കൂട്ടിക്കൊണ്ട് വരാറുന്നില്ലേ? നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഇതുപോലത്തെ ഇന്റർവ്യൂസില് സ്റ്റേജസില് അങ്ങനെ അപ്പിയർ ചെയ്തിട്ടുണ്ടോ വൈഫായിട്ട്? ഇല്ല അല്ലേ? എന്താ പുള്ളിക്കാരി വരാത്തതാണോ? അല്ല, അങ്ങനെ ഒരു താല്പര്യം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ആണോ? ഞങ്ങൾ ഇപ്പൊ ഇവിടെ സർപ്രൈസ് ആയിട്ട് ഭാര്യയെ കൊണ്ടുവന്നാലോ? അതല്ല, വീട്ടിലിരിക്കുക. എനിക്കറിയാം. ഭയങ്കര അപ്ഡേറ്റഡാ. അതെ അതെ, ശരിക്കും അത് ഏറ്റില്ല.
ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒരിക്കലും ആളുകൾ തിരിച്ചറിയരുത്. അതാ കുട്ടി നിനക്ക് നല്ലത്. വീട്ടിലും അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ ഈ വേദിയിലേക്ക് വന്നാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കണം, എന്നാലും നമുക്കിത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ സിനിമ ചെയ്യുന്നുണ്ട്, കഥ മറന്നു പോകുന്നതാണ് ഒരു പ്രശ്നം. അപ്പൊ നമ്മുടെ ജോണി ചേട്ടന്റെ തൊട്ടടുത്ത് നമ്മളൊരു സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞ പോലെ ഇടയ്ക്ക് ഞങ്ങളോടും കൂടെ എന്തെങ്കിലും ഒക്കെ പറയണം കേട്ടോ. ഓക്കെ ഞാനോ വെൽക്കം ടു ഷോ. Camry Ice Cream Love has many flavors and East Tea Co-presents ഞാനും എന്റെ ആളും co-powered by Pooja Ragini, cosmetic partner Dazzler Etena Way to Stardom, special partner Vigaland Homes. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്ന ആളുകളാണ്. അതിപ്പോ നമ്മള് അമ്മയായിട്ടും അച്ഛനായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും അല്ലെ, ഇഷ്ടം പോലെ റോൾസ് ഉണ്ട്. സൊസൈറ്റിയിലാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ റോൾസ് ഉണ്ട്. ഇതിൽ ചില റോളുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരിക്കും. നമുക്ക് മാറി നിന്നിട്ട് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ പോയി നിന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ജീവിതത്തിലെ ചില റോളുകൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാൻ പോകുന്ന റൗണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ കപ്പിൾസിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സ്റ്റെവിൻ, വിനീഷ ആൻഡ് ജോബി ചേട്ടൻ ആൻഡ് സൂസൻ ചേച്ചി. സൂസൻ ചേച്ചി, ഒരു ദിവസം സൂസൻ ചേച്ചി ചെയ്യണ കംപ്ലീറ്റ് കാര്യങ്ങൾ ജോബി ചേട്ടനെ ഏൽപ്പിച്ചിട്ടൊന്ന് മാറി നിന്ന് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അന്ന് പട്ടിണേന് ഒന്നുമില്ല. ആഹാരം ഒരു ഗ്ലാസ് വെള്ളം പോലും തിളപ്പിക്കാറില്ല. നമ്മൾ ഈ വയ്യാത്ത ഞാൻ തന്നെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. അല്ല, ജീവനി കൊതിയുള്ളതുകൊണ്ട് ചേച്ചി അങ്ങനെ ഏൽപ്പിച്ചു നോക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ കുക്കിങ്ങിന്റെ കാര്യം പിന്നെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലായി വെള്ളം തിളപ്പിക്കാനല്ല ഗ്യാസ് കത്തിക്കാൻ, ഗ്യാസ് ഒക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാ തിരിക്കേണ്ടതൊക്കെ. അശ്വതി, പാചകം കൊണ്ട് പൊളിഞ്ഞത് ജോഫി ഇതുവരെ ഉണ്ടാക്കിയ നല്ല ഇമേജ് ഉണ്ടായിരുന്നു. അമരത്തിലെ മമ്മൂക്കയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അല്ല, അമരത്തിലല്ല, ബാലത്തിലെ മമ്മൂക്ക. അപ്പോഴാണ് ഈ പാചകം വന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു തേങ്ങ അറിയില്ല, ചുമ്മാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജോബി ചേട്ടാ അടുത്ത ജന്മത്തിൽ എനിക്ക് ജോബി ചേട്ടനായിട്ട് ജനിക്കാം. പിന്നല്ല, ഇത് തന്നെ ഇവിടെ വിനീഷം പറയാറുണ്ട്. ഞാൻ പറയുന്നത് എന്നിട്ട് അത്ര സുഖലോലുവൻ. ഇത് നമ്മളിവിടെ റോൾ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു ടാസ്ക് തരാൻ പോവാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒന്ന് പെട്ടെന്ന് ഇറങ്ങി, എന്താ റെഡി ആവാൻ ഇത്ര താമസം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാ. ഇവര് പിന്നെ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് പിന്നെ അവർക്ക് മേക്കപ്പിനെ കുറിച്ച് അറിയാം. പക്ഷെ ശരിക്കും അല്ലെ, സ്ത്രീകൾക്കൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സമയം എടുക്കും അല്ലേ? അല്ല, മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഇറങ്ങാനായിട്ട് നമ്മളിപ്പോ കല്യാണത്തിന് പോകണമെങ്കിൽ തലേദിവസം ഇറങ്ങണം ഇവിടുന്ന്, എന്നാലും കെട്ടിന്റെ സമയത്തോടെ അത് ശരിയാ. മേക്കപ്പ് ചെയ്യണമെന്നില്ല. അതങ്ങനെ അവരങ്ങനെ അവിടെ ഇവിടെയൊക്കെ പെറുക്കിയും പിടിച്ച് നടക്കും, വരില്ല. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇങ്ങനെ ഏറ്റവും അവസാനം ഇറങ്ങുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത് പെണ്ണുങ്ങളുടെ മാത്രം കാര്യമൊന്നുമല്ല. ചില ആണുങ്ങളും കുറെ സമയം എടുക്കും റെഡിയാവാൻ. ഇപ്പൊ തന്നെ ചില നോക്കൂ, ആണുങ്ങള്, ഞാൻ പക്ഷെ എത്ര എല്ലാ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആരെ ലേറ്റ് ആയി വന്നത്? അതാണ് ചില ആളുകളും, അല്ലെ, ചില ആളുകളും എല്ലാ പെണ്ണുങ്ങളും. അതായത് നിത്യ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിലത്തെ ട്രെയിൻ തന്നെ എത്തി. കാരണം രാത്രി തുടങ്ങിയാലേ രാവിലെ തീരുവോളം എന്നറിയാം. അതാ ഞാൻ 5 മിനിറ്റ് കൊണ്ട് റെഡിയായി. ഇന്നലെ തുടങ്ങിയപ്പോ ഞാൻ പറയാം. പിന്നെ 21 വർഷം അറിയാലോ, അതൊന്ന് എങ്ങാവണ്ടേ. അപ്പോ നമ്മൾ ഇന്ന് ചെറിയൊരു ടാസ്ക് തരാൻ പോകുന്നത് ഭാര്യമാരെ ഒന്ന് മേക്കപ്പ് ചെയ്യണം. നമ്മൾ ചെയ്യണം, തിരിച്ചല്ല. അശ്വതി, അത് വേണോ? കുക്കിങ്ങിൽ നമ്മൾ കണ്ടതല്ലേ, ഇനിയിപ്പോ അത് മേക്കപ്പും കൂടെ എനിക്ക് കാണാൻ വയ്യ. കാണാം പ്ലീസ്. ഞങ്ങളോട് എന്തിനാ ഈ കുക്കിംഗ് കണ്ടുകൊണ്ടുള്ള ആകാംക്ഷയാണ് ഇനി ജോബി ചേട്ടൻ എന്ത് ചെയ്യും. അശ്വതി, കുക്കിങ്ങിൽ ചട്ടിയെ ചമ്പാവുള്ളൂ. ഇത് നല്ല നന്ദന മുഖമാണ്. ഓൾറെഡി ഇവര് മേക്കപ്പ് ചെയ്തിട്ടാണല്ലോ വന്നത്. അല്ല, അവര് മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇവര് മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇത് നാച്ചുറൽ ആണ്. ആണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാച്ചുറൽ ആണെന്ന്. അപ്പൊ ഇതോ? അല്ല, വയസ്സായതിന്റെ കുഴപ്പമാണ്, കണ്ണ് കാണായും, അതൊക്കെ സ്വാഭാവികം. അല്ല, അപ്പൊ ഇതോ? ഞാൻ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ സുന്ദരമൊക്കെ തന്നെയാ. ആദ്യം അവരുടെ രണ്ടുപേരും റോളൊന്ന് മാറ്റി കൊടുക്കാമോ? അല്ലേ, അവിടെ വല്ലതും നടക്കൂപ്പ. പലതരത്തിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് നമ്മൾ തരും. അപ്പൊ അതൊക്കെ വേണ്ടവണ്ണം ഉപയോഗിച്ച് ഭാര്യമാരെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നിങ്ങൾ ജഡ്ജസ് ആയിട്ട് ഇന്റർനാഷണൽ മേക്കപ്പ് മാൻ ഒന്നും കൊണ്ടുവരാൻ നന്നായി. അത് കറക്റ്റാ. നിത്യ ഉണ്ടല്ലോ മേക്കപ്പിന്റെ കാര്യത്തിൽ വിധി നിർണ്ണയിക്കാൻ നിത്യോളം കഴിവുള്ള ഇന്ന് കേരളത്തിൽ വേറെ ആരും. ഗുരുവായൂരപ്പ, എന്തിനാ കള്ളത്തരം പറയണേ? ഞാൻ അത്ര മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ 15 മിനിറ്റ് ആണ് എടുത്തത്. എത്രയാ? എത്ര മിനിറ്റ് എന്നാ പറഞ്ഞേ? 15ന്റെ ഇങ്ങോട്ട് തിരിച്ചിട്ടോളൂ. നമുക്ക് നോക്കാം അല്ലേ?
സ്റ്റെബിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഹലോ, ഓഹോ. ഇത് മറ്റേ പലകയില് ഇതല്ല, മുഖത്താ. അല്ല കറക്റ്റ് ആട്ടോ. ഞങ്ങളെ ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാം കൂടി ഒരു മാരേജ് ഫംഗ്ഷൻ അങ്ങോട്ട് പോവാൻ നേരത്ത് എന്റെ വീട്ടിൽ 2 ഫ്രണ്ട്സ് വന്നു. ആ. അവരെയൊക്കെ പുള്ളി നന്നായിട്ട് മേക്കപ്പ് ചെയ്തു. ഓഹോ. അശ്വതി, എന്തോ ഇതിപ്പോ മരിച്ച വീട്ടിൽ നല്ല കരച്ചിൽ കേൾക്കണത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ നമ്മുടെ പ്രോപ്പർട്ടീസ് കൊണ്ടുവരും. സോ നമ്മുടെ 2 ടീമുകളും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരു ചായം പൂശൽ മഹാമഹമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? ഇവർക്ക് എത്ര സമയം കൊടുക്കണം? ജോൺ ചേട്ടാ, ഒരു ആവറേജ് മേക്കപ്പിന് എത്ര സമയം കൊടുക്കണം? ഇതിനൊക്കെ അങ്ങനെ സമയം പറയാൻ പറ്റുമോ? ഓരോരുത്തരുടെ വിധി. ഇത് 2 പേർക്കും 15 മിനിറ്റ് ആണ് തരാൻ പോകുന്നത്. ആവശ്യമുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഒരിക്കലും മറക്കില്ല. അപ്പോ your time starts now. ഓക്കേ, സ്റ്റെബിൻ സ്റ്റാർട്ട് ചെയ്യൂ. ഞാൻ സുന്ദരിയാക്കും. ഇപ്പൊ സുന്ദരി അല്ലേ? ദൈവമേ, ഒരു കയ്യബദ്ധം അശ്വതി, ആ. ഞാനേ ഈ ലേബർ റൂമിൽ കേറിയല്ലോ, അതിനെക്കാട്ടിലും ടെൻഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അയ്യോ, ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കോ തൊഴിക്കോ? എന്താണ് ചെയ്യുന്നത്? ഇല്ലില്ല, ഞാനത് പുഷപ്പ് ഒക്കെ എടുക്കണം. നല്ല ഇവിടെ വേണ്ടേ? ഇതൊക്കെ എടുത്തുക്കള, ഇതൊക്കെ ഈ പൊട്ടൊക്കെ എന്തോന്നു എന്നെ ഞാൻ മുഖം മസാജ് ചെയ്ത് കൊടുക്കണം ചേട്ടാ തുടക്കത്തില്. മസാജ് ബ്ലഡ് സർക്കുലേഷൻ നന്നായാലാണ് മേക്കപ്പ്. ജോബി 2 ചെവിയിലും പിടിച്ച് വലിക്കണം, 2 ചെവിയിലും വലിക്കണം. കേൾക്കാമോ? ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ അംഗത്തിന് സ്റ്റെഫിനെ, ഡിസ്റ്റർബ് ചെയ്തേ. സ്റ്റെഫിന്റെ മേക്കപ്പ് കണ്ടാൽ എമ്മോ ദേവസ്യ ചേട്ടൻ ആ പട്ടണം ഡ്രസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണല്ലോ തുടങ്ങിയത്. അല്ല, ഇതൊരു ബിൽഡപ്പാണ്. എന്താണ് ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. ഉള്ളത് പറയാലോ, പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. ചോദിച്ചേട്ടാ, എന്റെ ഭാര്യ തിളങ്ങണം. ഡെബിനെ വിനീഷയുടെ പേഷ്യൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ക്രിസ്മസ് അപ്പൂപ്പനെ ഒരുക്കാനല്ല, എന്നെ ഒരുക്കാൻ. പേഷ്യൻസ് വീട്ടിൽ വന്ന് ഫീസ് തരും. ഉണ്ണിയേശു അതല്ല, അവസാനം ഒരിക്കൽ ഡാഗിനി അമ്മയാക്കി മാറ്റി. ആദ്യം ഇച്ചിരി തിളങ്ങട്ടെ. ആദ്യത്തിൽ തിളങ്ങട്ടെ, ഇതൊക്കെ മാറ്റി ഞാൻ. ഇതൊക്കെ നല്ല ഐശ്വര്യമുള്ളതാക്കി തരും. ലാസ്റ്റ് ടൈമിലെ ചീത്ത പേര് നമ്മൾ ഇതിൽ മാറ്റിയെടുക്കും. പിന്നെ ഇതിൽ ഞാൻ മാറ്റിയെടുക്കും, നോക്കിക്കോ. പിന്നെ ഇനി ഇതിന് ചീത്ത പേരായിക്കോളൂ. മാറ്റി എന്നെ. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. എനിക്ക് ജലദോഷം. ചേച്ചി, എനിക്ക് ജലദോഷമൊന്നുമില്ല. മൂക്കിട്ട് പിഴിയാ. നോസ് കട്ട് ചെയ്ത ഫേസ് കട്ട് ചെയ്യണം. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. സ്റ്റെബിനെ, നീ പാർട്ട് ടൈം ഇതാണാ പണി? എനിക്കൊരു സംശയമുണ്ട്. ഇത് കണ്ണിന്റെ അതെ, കണ്ണാണ്. കണ്ണിന്റെ തന്നെ. കണ്ണിന്റെ മേ. ആ ചേച്ചിയുടെ അവസ്ഥ. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. കൊന്നു കളയാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ അവസരം കിട്ടുള്ളൂ. ഫേസ് കഴിഞ്ഞിനി ഹെയറാ. അയ്യോ, നല്ലൊരു മുടിയാണ് എന്റെ മുടി, ഇത്രയും മനോഹരമായ മുടി. ഓ, ഇങ്ങനെ കെട്ടുമല്ലത്. അശ്വതി മാറി നോട്ടെ, ചിലപ്പോ അവിടെ തീർന്നു കഴിയുമ്പോ ഇങ്ങോട്ട് വരും. തലം തീർന്നു കഴിയുമ്പേ എന്തായി തീരുമെന്ന് എനിക്കൊരു ഊഹവും ഇല്ല ചോദിച്ചേട്ടാ. ഇതെന്തിനാണ്? അതാണ് ഞാൻ ആലോചിക്കണേ. ചേട്ടാ, നാളെ സൂസൻ ചേച്ചിയുടെ പാല് കാച്ചാണ്. അത് മസ്കാര. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും. സൂസൻ ചേച്ചി, നിങ്ങൾ ദൈവത്തെ ഓർത്ത് കണ്ണാടി നോക്കല്ലേ, ഇന്ന് ഇവിടെ ഡിവോഴ്സ് നടക്കും. കവിളുകളോ കളഭമയം
ഈ മേക്കപ്പ് കഴുകി കളയണ്ട, ഫ്ലഷ് ചെയ്ത് കളയേണ്ട ഒരാളാ. അല്ല, സ്റ്റെബിന് പണി അറിഞ്ഞൂടാ. ജോബി ചേട്ടൻ്റെ അടുത്ത് വിനീഷ ഇരുത്തണം. അതാണ് നമ്മുടെ ആവശ്യം. സ്റ്റെബിന് പണി അറിഞ്ഞൂടാ. ഇപ്പോഴാണ് ഫൗണ്ടേഷൻ കിട്ടിയത്. എല്ലാം കഴിഞ്ഞപ്പോ ഫൗണ്ടേഷൻ. ഇനി അതിനകത്ത് ഫൗണ്ടേഷൻ അല്ല, വാർക്കൽ കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയല്ല. അത് ഇത് ചെല്ലു ചെയ്യണേ. കഴിഞ്ഞു ജോബിച്ചേട്ടൻ കഴിഞ്ഞു മോളെ. മോളി ചോദിച്ചാൽ കുറച്ച് LED ലൈറ്റ് കൂടി പിടിപ്പിക്കും. വേണ്ടല്ലേ, ഒരു വിളക്ക് പോലും കത്തിക്കാറിഞ്ഞൂടൊക്കെ ആളാണ്. ദയ ചെയ്ത് തീപ്പെട്ടി കത്തിക്കരുത്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് തുന്നി വെച്ചതാരാണി. എന്റെ കൈ പതിയാണ് എവിടെ? എന്റെ ഒരു കൈ പതി. മിക്കവാറും ഇത് കഴിയുമ്പോ ചേച്ചിയുടെ ഒരു കൈ പതിയും. അശ്വതി ഇനി സമയം കൊടുത്താല് ആള് ചേച്ചിയെ താജ്മഹലാക്കി മാറ്റൂട്ടോ. അല്ല, ശരിക്കും താജ്മഹൽ പണിയാണ് ഇപ്പുറത്താട്ടാ. ഇവിടെ താജ്മഹൽ പണിയാണ്. അല്ല, വിനീഷയെ കൂടെ ജോബി ചേട്ടനെ ഏൽപ്പിക്കണം. അത് നമ്മുടെ ഒരു അഭ്യർത്ഥനയാണ്. ഇത്രയും ടോപ്പ് മേക്കപ്പ് മാൻ നിൽക്കുമ്പോഴത്തേക്ക് ലോക്കൽ മേക്കപ്പ് മാൻ ഒന്നും നമുക്ക് വേണ്ട. നമ്മളിൽ എത്ര പേര് ജോബിയും കൂടെ വിനീഷയെ മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൈ പോക്കണം. ഇത് കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരും കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ വേണ്ടേ? കല്യാണം കഴിഞ്ഞോണ്ട് ഇവിടെ ഒരു കറുത്ത പൊട്ട്. അല്ല, നമ്മുടെ ഒരുമാതിരി സോംബിയെ പോലെ ആക്കിയല്ലോ സൂസനെ. ജോബി മൂസ 2 ഉണ്ടെങ്കിൽ ജോബിയെ മേക്കപ്പ് മാനാക്കാം. കാരണം കോമഡി വേറെ വെറുതെ ചെയ്യണ്ടല്ലോ. അവിടെ വൻ കോമ്പറ്റീഷൻ ആട്ടോ. സ്റ്റെബിൻ നന്നായിരിക്കുന്നു. ഓ, ചേട്ടനെങ്കിലും നല്ലത് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് എന്നെ ഒരുക്കിയത് ജോബി ചേട്ടൻ? കണ്ണാടി നോക്കിയിട്ട് പേടിക്കുന്നു. വിനിഷയ്ക്ക് കാണിച്ചു തരട്ടെ. ജോബി ചേട്ടൻ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ നിൽക്കണേ. അങ്ങനെ ഇതാണ് വിനിഷയുടെ ഭർത്താവ് വിനിഷയെ ഒരുക്കിയത്. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. അല്ല, ഇത് എങ്ങനെയുണ്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? വിനീഷ പറയൂ. വിനീഷയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്തു? കണ്ണ് എഴുതിയത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. വിനീഷ വിഷമം ഉണ്ടെങ്കിൽ ജോബി ചേട്ടൻ ശരിയായിട്ട് എഴുതി തരും. ജോബി ചേട്ടൻ നന്നായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. പക്ഷെ കണ്ണ് എവിടെയാന്ന് പുള്ളിക്ക് ഇത്ര മനസ്സിലായിട്ടില്ല എന്നൊരു സംശയമുണ്ട്. ഓക്കെ ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്കത് കണ്ടു നിൽക്കാനല്ലാതെ വേറെ ചെയ്യാൻ. നല്ല സുന്ദരിയാണോ ഞാൻ? അതിസുന്ദരിയായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷന്റെ പേരിൽ കയറി ഇടിക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ. എടുത്തെറിയുക. അപ്പൊ കാണിക്കാം അല്ലേ? ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പറഞ്ഞ എന്താണ്? എന്റെ അടുത്ത് പറഞ്ഞ കൃത്യമായിട്ട് മേലെ പറമ്പിലെ ഭ്രാന്തിക്കുട്ടി വേഷം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അടിപൊളി. നിത്യ എങ്ങനെയുണ്ട്? നിത്യ ചേച്ചിയുടെ ക്ഷമ ചേച്ചി, അതിനാണ് ആദ്യം തരേണ്ടത്. സൂസൻ ചേച്ചി സൂപ്പറാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജോബിൻ ചേട്ടന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് തരണം കപ്പ്. ജോബി ചേട്ടന്റെ നിൽപ്പ് കണ്ട എന്തോ കീഴടക്കിയ മട്ടാണ്. എവറസ്റ്റ് കുറുമുറി കീഴടക്കിയ മട്ടിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും പറ്റിയല്ലോ എന്നാണ് ഞാൻ. ജോബിയുടെ സകല കുട്ടിത്തരങ്ങളും സകല ഉന്നയമങ്ങളും തീർക്കാനുള്ള ഒരാളായിട്ടാണ് സൂസനെ ജോബി ചെയ്തത്. ആ പാവം നിന്ന് തന്നില്ലേ, ഇരുന്ന് തരുമായിരുന്നു. എന്തായാലും കൊള്ളാം. ഇത് പിന്നെ ഒരു പ്രൊഫഷണൽ ടച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണെഴുതിയപ്പോ മാത്രം ചെറുതായിട്ടൊന്ന് പാളി. പക്ഷെ എന്നാലും അതിനിപ്പോ രാവിലെ കൈവിറക്കുന്നേ ജോണി ചേട്ടാ,
ജോണി ചേട്ടന്റെ ഭാര്യക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്യാൻ ഒരു അവസരം ജോണി ചേട്ടന് തരുവാണെന്നുണ്ടെങ്കിൽ ജോണി ചേട്ടൻ എങ്ങനെയായിരിക്കും മേക്കപ്പ് ചെയ്യാൻ? ജോണി ചേട്ടനല്ല, നമ്മൾ നാളെ ഇവിടെ വേറെ ആളെ നോക്കേണ്ടി വരും. ഒരിക്കലും അവൾ എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. അതെന്തായിരിക്കും അങ്ങനെ? അത് കാരണം അവൾക്ക് അറിയാം, എനിക്ക് അറിയില്ല. അത് അതിനെ കുറിച്ച് ഇതാണ്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, നിത്യയ്ക്ക് ഒരു മേക്കപ്പ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ ചെയ്യില്ല, ജോഫിയെ കൊണ്ട് ചെയ്യും. കാരണം എല്ലാ വസ്തുക്കളും ഇത്രയും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് മാനെയാണ് നിത്യയ്ക്ക് ആവശ്യം. ഒരാവശ്യമുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. സ്റ്റെഫിൻ ചെയ്തിട്ട് വിനീഷയ്ക്ക് ആ കണ്ണെഴുതിയത് ശരിയായില്ല, അത് ജോബി ചേട്ടനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണം. ഞങ്ങളെല്ലാം അതിനെ പിന്താങ്ങുന്നു. വിനീഷയുടെ ഭാഗ്യം, അല്ലാതെ എന്താ പറയാ. കണ്ണെഴുതാനുള്ള സാധനം എടുത്തോണ്ട് പോവാ ജോബി ചേട്ടാ. കാണുന്നില്ല, ഞാൻ ഇറങ്ങണോ? കൺമഷി എവിടെ? എന്നാ ചേച്ചിനെ ഇറക്കിട്ട് ഇവിടെ ഇരുത്താം വിനീഷനെ. വാ. എന്റെ ജോബി ചേട്ടാ, നിങ്ങൾ ഈ മേഖലയിൽ നിക്കണോക്ക് പാവം പോയാ എനിക്കിത് കാണാൻ വയ്യ. ഇതിനെ ഇനി വേണ്ടതാണോ? സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ കാണണ്ടേ? പടുതിരിയാളും പ്രാണനിലേതോ ഇനിയിപ്പോ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക, അനസ്തേഷ്യ കൊടുക്കേണ്ട രോഗിനൊന്ന് നോക്കിയാൽ മതി, അപ്പൊ സെറ്റ് ആവും. അശ്വതേ, ജോബി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അല്ല ചേട്ടാ, ഇപ്പോഴാണ് ചേട്ടനത് മനസ്സിലായത്. അയ്യോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇത് വേറെ മാതിരി ആൾ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഇത് എടുത്തതില് സന്തോഷം. ചേച്ചി വെളിച്ചെണ്ണ ബെസ്റ്റാ കേട്ടോ. എന്തായാലും ഇന്നിനിപ്പോ പുള്ളിക്കാർക്ക് വർക്ക് നടക്കുമോ? ഇന്ന് സൂസന് എന്തായാലും വർക്ക് ഉണ്ടാവില്ല. ഇനി വർക്കില്ല. അല്ല, ഇനി നേരെ സൂസൻ ചേച്ചിനെ കാർ വർക്ക്ഷോപ്പിലേക്ക് വിടാം വാഷ് ചെയ്യാനായിട്ട്. ശരി, അപ്പൊ നിങ്ങൾ പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരൂ, ശരിക്കും റെഡി ആയിട്ട് വരൂ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോബി ചേട്ടാ, പൊളിച്ച്. നമ്മുടെ ഈ ഫ്ലോറിൽ എപ്പോഴും ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഒക്കെ നടക്കാറുള്ളൊരു വേദിയാണല്ലേ. അപ്പം ധ്യാനം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഒരു ചെറിയൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ധ്യാൻ ഒന്ന് ഇവിടെ വരെ വരുമോ? പേടിക്കുന്ന ധൈര്യമായിട്ട് വാ. ഇതൊരു കുഞ്ഞു ടാസ്ക് ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ 2 പ്ലക്കാർഡ് തരാം. അപ്പൊ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കും. ഈ തരുന്നതിനകത്ത് ആരാണ്, ഇതിപ്പോ അച്ഛനെ കുറിച്ചാണോ ചേട്ടനെ കുറിച്ചാണോ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രം ഇല്ല, ഞങ്ങൾ വളരെ ഡീസന്റ്, ഇത് ഫാമിലി ഷോ ആണെന്ന് അറിയാലോ, വളരെ ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അല്ല, ഈ ജനറലി ഇപ്പൊ ഈ അടുത്തായിട്ട് ധ്യാനിന്റെ കുറെ ഇന്റർവ്യൂസ് വൈറൽ ആവുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, ഇതെന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ആണെന്നുള്ള ടൈറ്റിലൊക്കെ വേറെ ഏതോ ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാണോ, ഉള്ളതാണോ? ആണോ? മടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ട്? അതോ ആളുകള് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതിന്റെ പ്രശ്നം? എനിക്കില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നം. അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുള്ളവരുടെ റെസ്പോൺസ് എന്താ? അവരിത് കാണാറുണ്ടോ? ഇല്ല, ഒന്നും അവരെന്നെ തീരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല പണ്ട് മുതൽ. ഓ, അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുന്നിൽ പെടാതെ പതിയെ ബാക്ക് വഴിയും അടുക്കള വഴിയൊക്കെയാണ് വീട്ടിൽ കയറാറ്. അതുകൊണ്ട് ഇതുവരെ മുഖാമുഖം കണ്ടു വന്നിട്ടില്ല ഇവർ രണ്ടുപേരും. ഈ ഒരു ഡിസ്റ്റൻസിൽ ഞങ്ങൾ അടുത്തൊന്നും എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. വർഷങ്ങളായിട്ടോ? ഇല്ല, ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ പുള്ളി ജോൺ ചേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ ഗ്യാപ്പിലൂടെ പുള്ളിക്ക് ഇപ്പോ ചെറിയൊരു കാഴ്ചയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ആരാ ഇത് പോകുന്നുള്ളൊരു മിന്നായം പോലെ ഞാനങ്ങ് മാറിക്കളയും. ആരാന്ന് ചോദിച്ചാ ഞാനാ വിനീത. ഈ രണ്ടുപേരില് ആരാണ് വിളിച്ചിരുത്തി ഉപദേശിക്കൽ, ഈ വഴക്ക് പറയാറുള്ളത് ആരാ? അങ്ങനെ ഉപദേശിക്കുന്നത് ഇയാളാണ്. ഉപദേശം മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തില? ജീവിതത്തിനെ കുറിച്ചുള്ള ഫിലോസഫിയാണോ അതോ സിനിമയെ കുറിച്ചാണോ? ജീവിതത്തിനെ കുറിച്ചുള്ള. സിനിമയെ കുറിച്ച് പൊതുവെ നമ്മളെ വീട്ടില് പൊതുവെ ചർച്ചയില്ല. സിനിമയെ കുറിച്ചല്ലാത്ത ജീവിതത്തില് നമ്മുടെ ദുശീലങ്ങളും. ഞാനൊരു തവണ എപ്പോഴോ പുക വലിച്ചിട്ട്
സിഗരറ്റ് വലിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി വന്നപ്പോ ഓ. എന്നെ ഉപദേശിച്ച് ഈ പുള്ളി അടുത്തും കൂടെ വിനീതിന്റെ ഒരു ബൈറ്റ് വൈറലായിട്ടുണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് എഗനിസ്റ്റ് ആയിട്ട് ഡ്രഗ്സ് ഭയങ്കര അല്ല സിഗരറ്റ് ഡ്രഗ്സ് ആണോ? അല്ല ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് എഗനിസ്റ്റ് ആയിട്ട് പുതിയൊരു ബൈറ്റ് വന്നത് വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞതാ. എന്നെ ഇരുത്തി ഉപദേശിക്കുന്നത് പുള്ളിയാ. ആണോ? അപ്പൊ ഇരുന്ന് കൊടുക്കാറുണ്ട്? ഇരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആണോ? അന്ന് ആ പുള്ളിയുടെ ചെലവിലായിരുന്നു ഞാൻ ജീവിച്ചോണ്ടിരുന്നത്, അതുകൊണ്ട് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു. പുക വലിച്ചിട്ട് വന്നപ്പോ എന്താ പറഞ്ഞേ? ജോൺ ചേട്ടനോട് അല്ല പുള്ളി കേൾക്കാൻ ആഗ്രഹം പുള്ളി ഒന്ന് കരഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞു. ഇത് ചെയ്യാൻ പാടില്ല, അച്ഛനെ കണ്ട് നമ്മൾ പഠിക്കണ്ടേ. ഇത് ഞാൻ അച്ഛനെ കണ്ട് വലിച്ച് പഠിച്ചതും ഇത് അച്ഛനെ കണ്ട് വലിക്കാൻ പാടില്ല എന്ന് പഠിച്ച ആളാണ്. ഇതിൽ ആരോടാണ് പൈസ കടം മേടിച്ചിട്ടുള്ളത്? കടം എന്നുള്ള രീതിയിലല്ല, കടം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികം തിരിച്ചു കൊടുക്കണമല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കില്ല എന്നുള്ളത് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ട് രണ്ടുപേരും. ആണോ? അപ്പൊ ഇതിൽ ആരോടാ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ ഇത് ഈ മനുഷ്യനോട് നിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. പക്ഷെ പുള്ളി അതിന്റെ പുള്ളിയും കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവർ രണ്ടുപേരും ഇതിന് കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതിന് രണ്ടിനും കണക്കുണ്ടെന്ന്. ഈ സന്തോഷം, സങ്കടം, അതുപോലെ പെട്ടെന്ന് ഒരു കാര്യം പറയണം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ ഒരു ഇമോഷൻ ആരോടായിരിക്കും ആദ്യം ഷെയർ ചെയ്യുക? ഈ രണ്ടുപേരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പറ്റില്ലേ? പറ്റില്ല. പുള്ളിക്ക് നമ്മുടെ സങ്കടവും സന്തോഷവും ഒന്നും പുള്ളിക്ക് ഒരു വിഷയമേ അല്ല. നീ സന്തോഷിക്കും. മറ്റേ പഴയ കോടതി നമ്മ വളരെയല്ല ഡയലോഗാ, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുള്ളൂ എന്ന് പറയുന്ന ആളാണ് ഇത്. പുള്ളി പിന്നെ നമ്മുടെ സങ്കടത്തിൽ പങ്കുചേരും. അങ്ങനെയാണൊക്കെ അല്ല ധ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു തോന്നും. പെട്ടെന്നൊരു ഫോൺ വരുമെന്ന് വെച്ചോ, പറ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയിക്കളെ. അധികാരം നിൽക്കൂല ഈ സങ്കടം. ഓക്കെ. ഇവരിൽ ആരുടെ ആക്ടിംഗ് ആണ് കണ്ടിട്ട് ഭയങ്കര വാവ് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? അങ്ങനെ നോക്കുക, ഒന്നുകൂടെ രക്ഷപ്പെടണം ഇതൊന്ന്. ഒബ്വിയസ്ലി അച്ഛൻ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിരിക്കുകയാണ്. തന്നെ ഒരു അർത്ഥമില്ല. അതെ അതെ, അത്രയും ചെയ്തു വെച്ചിരിക്കുക. അച്ഛന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് പറയും. ഒരുപാട് സിനിമകളുണ്ട്. പണ്ടത്തെ വടക്കു നോക്കിയന്ത്രം, തലയണ മന്ത്രം, പൊന്മുട്ടിടുന്ന താറാവ്, നോക്കുകയാണ്. അച്ഛൻ നായകനായി അഭിനയിച്ച സിനിമകൾ ഒരുപാട് സിനിമകൾ. അതെ, അതിലേതെങ്കിലും റീമേക്ക് വന്ന് ചെയ്തു നോക്കണം തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും അവര് ചെയ്തു വെച്ചൊന്നും നമ്മൾ പിന്നെ തൊടാൻ തൊടാൻ പറ്റാത്ത പറ്റാത്ത items സാധനം. ആണ് പിന്നെ അല്ലേ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ മറ്റേ മുകുന്ദൻ ഉണ്ണിയില് വിനീത അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ആ സിനിമ. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന കേട്ടു. അപ്പൊ പിന്നെ പോവാൻ പറ്റില്ല. മനസ്സ് സമ്മതിക്കണില്ല. ഈഗോ അടിച്ചിട്ട്. ഇതിൽ ആരാണ് കൂടുതൽ സൈക്കിളിന്റെ സമയത്ത് കൊണ്ടുവന്ന അതെ കൊറേ കഥകളുണ്ട് എനിക്ക്. അതിൽ അസാധ്യമായിരുന്നെന്ന് കേട്ടു. എന്റെ സൈക്കിളിലാണ് ആദ്യം പിന്നെ അഭിനയിക്കുന്നത്. അതല്ലേ ആദ്യത്തെ സിനിമ അഭിനയിക്കുന്ന പരിചിതനായ പുതുമുഖമായിരുന്നല്ലോ, ഗായകൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലോ. ഇതിൽ കൂടുതൽ ഭക്ഷണ പ്രിയൻ ആരാണ്? ആണോ? ഓക്കെ. ഇതുപോലെ വിനീത് ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പോകുന്ന കഥകളും സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ കാര്യത്തില്? ഞാൻ പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. കാശ് പുള്ളി കൊടുത്തോളൂ, നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മതി. അതിനകത്ത് ഞാൻ വേറെ ധ്യാൻ ഒട്ടും മോശമല്ല. ധ്യാനുമായിട്ട് ഞാൻ ഈയിടെ അഭിനയിക്കാൻ പോകുമ്പോ ചിലപ്പോൾ ക്യാരവാന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയായിരിക്കും. ഒരു ഉച്ചയാകുമ്പോൾ കുറച്ച് ഭക്ഷണങ്ങൾ വരും. എനിക്ക് തോന്നുന്നു ദുബായ് മറ്റേ ഷെയ്ഖിന്റെ പാലസിൽ പോലും അത്രയും ഫുഡ് വരികയില്ലായിരിക്കും. വലിയ മീൻ തലയും അങ്ങനെ കുറെ മറ്റേ കൂന്തല്, ചെമ്മി, ഇത് വേണ്ട ഒരു ഭീകരമായ. ധ്യാനോട് എനിക്ക് തോന്നുന്നു 15 പടം ചെയ്താൽ നമുക്ക് ഒരുവിധം നേരെ ഇറങ്ങിയിട്ട് ബൈപ്പാസ് ചെയ്താൽ മതിയില്ല. ഈ കൂട്ടത്തില് ആരാണ് കുറച്ച് സ്ട്രിക്റ്റ്? ധ്യാനോട് സ്ട്രിക്റ്റ് ആവുന്നല്ല, മൊത്തത്തിൽ അവര് ആരാണ് സ്ട്രിക്റ്റ് ആയിട്ട്? എന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡിസിപ്ലിൻ പുള്ളിയായിരിക്കും. വളരെ അച്ചടക്കത്തോടെ. പിന്നെ പുള്ളിയുടെ ലൈഫിൽ ഫിലോസഫി തന്നെ അതാണ് ഈ അച്ചടക്കം. കറക്റ്റ് ഒരു ടൈം ടേബിളിലൊക്കെ പോകുന്ന അങ്ങനെയുള്ള ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ ദിവസം ചെയ്യേണ്ടത് വരെ പുള്ളി ചിലപ്പോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ട് പോകുന്ന ആളാണ്. വിനീത് ശ്രീനിവാസന്റെ സക്സസിന്റെ രഹസ്യം അതായിരിക്കും അല്ലെ? കറക്റ്റ് കൃത്യമായ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ എവിടെ എത്തണം 10 വർഷം എന്തെങ്കിലും ഒന്ന് പൊട്ടിയാ പിന്നെ ഇതിന്റെ മൊത്തം പ്ലാൻ തെറ്റിപ്പോട്ടോ. എല്ലാം സക്സസ് മാത്രം പാടില്ലല്ലോ അല്ലേ? ധ്യാന്റെ ഒരു പ്ലാൻ എങ്ങനെയാ? നാളത്തേക്കുള്ള പ്ലാൻ ഉണ്ടോ? അത് ഇന്ന് വൈകിട്ടത്തേക്കുള്ള പ്ലാൻ ഉണ്ടോ? ഇന്ന് ഇപ്പത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്ലാനേ ഉള്ളൂ. അതുവരെ അത്രേ ഉള്ളൂ. അപ്പൊ അച്ഛൻ എങ്ങനെയാ? അച്ഛൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഉള്ള ആളൊന്നുമല്ല. ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളാണ്. ബ്രദർ പാട്ടൊക്കെ പാടില്ലേ? അതെ. സിനിമ അല്ലാണ്ട് പാട്ടുപാടും അങ്ങനെ എഴുതും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ എഴുതൊക്കെ ചെയ്യുന്നേ. ഇന്ന ഒരു 2 വരി കവിത പറഞ്ഞോളൂ. കവിതയല്ല, ഞാൻ 2 പടം എഴുതില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും പാട്ടുപാടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും? ഇനി അടുത്ത സെറ്റ് വരുമ്പോ അവിടെ കൊണ്ടുവന്നിട്ട്
എന്നെ കാക്കി കൊല്ലാനല്ലേ. ഇല്ല ഇല്ല പാടിക്കാം ധൈര്യമായിട്ട് പാടിക്കാം. ഇത് ഞാൻ മറ്റേ വരവേൽപ്പില് എനിക്ക് അച്ഛന്റെ അച്ഛൻ പണ്ടൊരു ബസ് വാങ്ങിച്ചു. ആ ബസ് ഇപ്പൊ KSF അന്ന് ലോൺ എടുത്തു. എന്നിട്ട് വീടടക്കം ജപ്തി ചെയ്ത് പോയി അന്ന്. അതിനുശേഷമാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. ഞങ്ങൾ കണ്ടിട്ടില്ല. അത് പുള്ളി സിനിമയാക്കിയതാണ് വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അതിനകത്തുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, വെള്ളാരപ്പൂമല മേലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൊടി ചുട്ടി മുകിലാരപ്പട്ടു ചൂടി ഓണത്താറാടി വരുന്നേ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു അച്ഛനെ ഡയറക്റ്റ് ചെയ്തല്ലോ, ആ സമയത്ത് എങ്ങനെയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമയിൽ അച്ഛൻ വരുന്ന സമയത്ത്? അതൊരു കാരണം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഇതാണ് സീൻ ഇതാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ മോണ്ടറിന്റെ ബാക്കിൽ വന്ന് നിന്ന് അതൊരു മൊമെന്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാരണം തലേ ദിവസമാണ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയുന്നതും പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛൻ അന്ന് സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ ആശുപത്രിയിലായിപ്പോയി, ICUലായിപ്പോയി. അങ്ങനെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് പിന്നെ 2-3 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തതേ ഇല്ല. പിന്നെ അച്ഛൻ തിരിച്ചു വന്നു. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു സിനിമ സംഭവിക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ തിരിച്ചു വരവ് അല്ലെങ്കിൽ അത് വലിയൊരു കാരണം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഞാൻ പല തടസ്സങ്ങളുണ്ടായിരുന്നു, ആ സിനിമ ഉടനീളം തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഷൂട്ടിനിടയിൽ അച്ഛന് സ്ട്രോക്ക് വരികയും പിന്നീട് ഒരു 2-3 ആഴ്ച ഗ്യാപ്പിൽ അച്ഛൻ അവന്റെ സിനിമ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നതും വന്നാന്ന് വെച്ചാൽ തീരെ വയ്യാതായിരുന്നു. അപ്പൊ വയ്യാതായിട്ടും പുള്ളി വന്നു നിന്നു. അപ്പൊ ആ ആക്ഷൻ പറയുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. യെസ്, അപ്പൊ ധ്യാനിന്റേതായിട്ടുള്ള സിഗ്നേച്ചേഴ്സ് ഇടാൻ സാധിക്കട്ടെ. അപ്പോൾ വീഗത്തിന്റെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. നമുക്ക് കാസ്റ്റും ക്രൂ ഒക്കെ നമുക്ക് സംസാരിക്കാം. ബിഫോർ ദാറ്റ് ചെറിയൊരു ബ്രേക്ക് തരാം. നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കും. താങ്ക് യു. യെസ്, നമ്മുടെ റോൾ റിവേഴ്സ് ചെയ്യുന്ന റൗണ്ടിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ദർശന ആൻഡ് അനൂപ്. കൂടെ വരുന്നു യമുന ചേച്ചി, ചേട്ടൻ. ദേവൻ ഭായി, മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടാഗ് ഒട്ടിക്കണം, മെയ്ഡ് ഇൻ USA. ഇന്ന് മേക്കപ്പ് അല്ല, നിങ്ങൾക്ക് ഇതുപോലെ റോള് എക്സ്റ്റെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ആ രാവിലെ ഞാൻ ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രം എല്ലാം കഴുകാൻ ടൈം കിട്ടത്തില്ല. അതൊക്കെ ഞാൻ അവിടെ സിങ്കിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. പുള്ളിക്കാരനാണ് അതെല്ലാം കഴുകി നീറ്റാക്കി കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇടുന്നത്. അപ്പൊ അത് ശരിക്കും ദേവൻ ചേട്ടന്റെ റോളായി മാറി. അതെ, ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ 11 മണിക്ക് എഴുന്നേക്കും. ഞാൻ ചായ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് എഴുന്നേക്കും. ഞാൻ രാവിലെ ഭാര്യയുടെ മുഖം ഇങ്ങനെ ചായയായിട്ട് വരുന്ന കാണാൻ വേണ്ടിയല്ലേ? ചായ കൊണ്ട് അവിടെ വെച്ചിട്ട് ദേവേട്ടാന്ന് പതുക്കെ വിളിച്ചു കഴിയുമ്പോ ഉണം തന്നെ നോക്കി അങ്ങനെ ഒരു എഴുന്നേക്കുന്ന ഒരു വലിയ പ്രോസസ്സാ. വളരെ ഇങ്ങനെയൊക്കെ വന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 10 പ്രാവശ്യം ഞാൻ ചോദിക്കാറുണ്ട് ചായ കൊടുക്കാൻ വല്ല പ്രശ്നമുണ്ടോ. അപ്പൊ ചേച്ചി ഉള്ളപ്പോഴത്തേക്ക് തലേദിവസം തന്നെ മൊത്തം പണി ചെയ്തിട്ടുണ്ടാവും രാത്രി. ഓക്കെ, അപ്പൊ പറയൂ, നിങ്ങൾ ഇതുപോലെ എന്താ റോൾ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളത്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ, ഞാനാണോ പുള്ളിയാണോ ചോദിക്കുന്നത്? നമ്മളല്ല, ഞാൻ അയലോക്കത്ത് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ 2 പെണ്ണുങ്ങൾ രാവിലെ എഴുന്നിട്ട് ഷൂട്ടിന് പോകുന്നവരാ. പിന്നെ അവരെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? അവരെല്ലാം ചെയ്യൂ നമ്മൾ പറഞ്ഞില്ലല്ലോ. അവരെല്ലാം ചെയ്യൂ നമ്മൾ പറഞ്ഞില്ല. അവരുടെ റോള് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തു നോക്കാറുണ്ടോ? നിങ്ങൾക്ക് രാവിലെ ഷൂട്ട് ചേച്ചി ഇനി ഒന്നും ചെയ്ത് വെച്ചിട്ട് പോണ്ട കേട്ടോ. ഇനി ഒന്നും ചെയ്ത് വെച്ചിട്ട് പോണ്ട. ഞാൻ 5:30 എഴുന്നേറ്റ് ഇവർക്കുള്ള എല്ലാം കുക്ക് ചെയ്ത് വെച്ച് ചായ ഇട്ട് അടച്ച് കപ്പിൽ വെച്ചിട്ടാണ് ഷൂട്ടിന് പോകുന്നത്. പിന്നെ 46 പിന്നുണ്ട്. ഇതൊന്നഴി 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 ഇവിടൊക്കെ കുത്തുന്ന നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്യത്തില്ല, അങ്ങനെ അങ്ങ് വരും. അപ്പൊ വരുമ്പോ ഞാൻ പറയും ഇതൊന്നും ഉരുത്താന്നൊക്കെ അല്ല, ഞാൻ പറയട്ടെ, ഗ്യാപ്പ് കിട്ടുമ്പോ 12 മണിക്കൊക്കെ പോകുന്നത് നല്ലതാ. ഇതേതായാലും നല്ലതല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾക്ക് നമ്മളൊരു ടാസ്ക് തരുന്നുണ്ട്. ആ ടാസ്ക് എന്ന് പറയുന്നത്
ചമ്മന്തി ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അനൂപ് നല്ലൊരു ചമ്മന്തി അനൂപ് നന്നായിട്ട് ഉണ്ടാക്കിയല്ലേ അനൂപ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പൊ അനൂപിന് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുഴുവനേ ഉള്ള തേങ്ങ ആയിരിക്കും കൊണ്ടുതരാം. അപ്പൊ അത് പൊതിച്ച് പൊട്ടിച്ച് ചേരണ്ടി അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓതന്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്മിക്കല്ലൊക്കെ വളരെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മിയിൽ അരച്ചിട്ടുണ്ടോ? ചുമ്മാ ഒരു പണിയും ചെയ്യാത്ത ആളാ വീട്ടില്. പാലക്കാട്ടെ വീട്ടില് പുള്ളിക്കാരനാ അച്ഛൻ വന്നില്ല. അച്ഛൻ അമ്മയെ വിളിക്കും, ദേ വാ നിന്റെ മരുമോൻ അരയ്ക്കാൻ പോകുന്നു. ഷോയിൽ വന്ന അച്ഛനും അമ്മയും എല്ലാം സമാധാനപ്പെട്ട് ഭയങ്കര സ്നേഹം കിട്ടിപ്പിടി ഉമ്മയൊക്കെയാണ്. അപ്പൊ അനൂപിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ നോക്കിയിരിക്കുക. പക്ഷെ അനൂപ് പുറകിലത്തെ മതിലെ കൂടെ അല്ലേ മതില് ചാടി ആ ശീലം അല്ലേ. യെസ്. ഇപ്പൊ നമുക്ക് ഇവരെ കൊണ്ട് ചമ്മന്തി അരപ്പിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് വരട്ടെ. അല്ല ഈ പട്ടിയുടെ കൈ മുഴുവൻ തേങ്ങ കൊടുത്തു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അർത്ഥം മനസ്സിലായത്. അല്ല സ്വന്തം കയ്യിൽ എടുത്ത് പിടിച്ചിട്ടാ അല്ല ഇപ്പൊ ചേട്ടനല്ല മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മള് പിന്നെ ഇവരെ ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ട്രോൾ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അനുവേ അനൂപ് പൊതിക്കും, ഞാൻ ചേരുന്നുണ്ട്. അല്ലല്ല, ഇതങ്ങനത്തെ ഒരു കൂട്ടുപരിപാടി അല്ല. സെപ്പറേറ്റ് അങ്ങ് ചെയ്താൽ മതി. രണ്ടുപേർക്കും അവിടെ പാരയില്ലേ? പാരകള് രണ്ട് സൈഡിൽ ആവശ്യത്തിനുള്ളത് കൊണ്ട് your time starts now. ദേവേട്ട അമേരിക്കയിൽ എങ്ങനെ ദേവേട്ട തേങ്ങ പൊതിക്കുന്നത്? ഇത് തേങ്ങ പൊതിക്കാൻ പോണ ഓടാൻ പോവാണ്. സ്ലിപ്പാവരുതേ, കൈമുറിയും. പാലക്കാട്ടെ വീട്ടിൽ ഇത് കണ്ടിട്ട് നിന്നെ മനസ്സിലാക്കാൻ വൈകിയല്ലോ കുട്ടി. നടക്കുവോ? ഇത് തേങ്ങ പൊതിക്കാനാണ് 15 മിനിറ്റ് കൊടുത്തേക്കണത്. ഒരു അമേരിക്കക്കാരന്റെ രോദനം. പക്ഷെ ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല വീട്ടില്. ഇതില് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കാം. തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം ഇത് ഒഴിക്കും. അങ്ങനെ ആ പക്ഷെ തേങ്ങയ്ക്ക് അറിയായിരുന്നു എങ്ങനെ പൊട്ടിയോ. അവിടെ ഒഴിച്ചോ? ഇപ്പൊ ഗണപതി കൊടുത്ത തേങ്ങ പോലെ സെറ്റ്. അയ്യോ പൊങ്ങാണോ എനിക്ക് വേണം. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മ. അരയ്ക്കാൻ വരാമോ? ഒരു ഫോട്ടോ എടുത്ത് സെൽഫി സെൽഫി എടുത്തു. അമേരിക്ക ചമ്മന്തി ശരി കേട്ടോ. അതെ, ഇത് നൈസ് പരിപാടിയാ. അത് അത്ര നൈസ് പരിപാടിയല്ല. ആ കണ്ട അങ്ങനെ എടുത്തില്ല എളുപ്പത്തിന്. ഞാൻ വെറുതെ കോപ്പി അടിക്കാൻ പാടില്ല. ദേവേട്ടാ അത് എമ്മനെ ചേച്ചി കൊടു മുല്ലപ്പൂവായിട്ട് ചൂടത്തെ. മൊത്തം വേണമെന്നൊന്നുമില്ല. അത് പോരെ. ഇത് നിത്യക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചകിരിയൊക്കെ തേച്ച് കഴിവാ കേട്ടോ. തേങ്ങ അരഞ്ഞു വരുമ്പോ ഓരോന്നോരോന്ന് ചേർത്താ മതി. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സുന്ദരികളായ പെണ്ണുങ്ങൾ കൈലിയും ബ്ലൗസോ കൊടുത്തിട്ട് ഇങ്ങനെ അതെങ്കിലും കണ്ടോ എന്നിട്ട് ഇങ്ങനെ അരക്കും. പക്ഷേ സുന്ദരികളായ പെണ്ണുങ്ങൾക്കുള്ളതൊന്നും എനിക്കില്ല. അതിന്റെ പക്ഷെ അരക്കുന്ന എങ്ങനെ ആ പ്രോസസ് അറിയത്തില്ലേ? താങ്ക് യു അശ്വതി. എങ്ങനെയാ പറഞ്ഞേ? എങ്ങനെ അരക്കണ്ടേ? എങ്ങനെയാ മറ്റേ ഇങ്ങനെ വണ്ടിക്കൊടി കയ്യെ പൊടി.
ഇഷ്ടപ്പെടി എന്നെ കട്ടിപ്പൊടി അടങ്ങിയാക്കി പോയി. Please come and taste. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി ചെല്ല്. അത് ഓടിയില്ല കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം, ഒന്നോ ട്രൈ ചെയ്യാം. ഇതെന്തേത്? എടാ അനൂപേ, അതെന്തുവാ സത്യം പറ. അനൂപ അത് പൊടിച്ചു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പോലെ തോന്നും. അനൂപ് എന്താ ഉദ്ദേശിച്ചേ? അനൂപ് എന്താ ഉദ്ദേശിച്ചേ? അത് ഒളിച്ചേക്കാം. അതല്ല, അത് നമ്മൾ ഫുഡ് എടുക്കുമ്പോഴേ ഡെക്കറേറ്റ് ചെയ്യൂലേ, അത് ഷെഫിന്റെ ഒരു ഐക്യമാണ്. പക്ഷേ എന്റെ ഐക്യമാണ്. ഇത് വല്ലാത്തൊരു ഫീലിലാണ് വന്നേക്കണത്. ഓ ഞാൻ തോറ്റു. അതോടുകൂടി ഞാൻ തോറ്റു. അതെന്ത് കുഴപ്പം? ഒന്നുമില്ല, ഒന്നുമില്ല, എടുത്ത് കാണാതെ. ആ എന്തേലും വെക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? പകരം വേണ്ട, മതി, ഇത് തന്നെ ധാരാളമാ. എന്തായാലും അവർ നമ്മളെ മുകളിലായി. അതിന് നമ്മുടെ നേർച്ച കോഴികൾ വിളിക്കാൻ പറ. അല്ല, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി അറിയില്ല എന്താണ്. നമ്മുടെ ലെവലിൽ ചിന്തിക്കണം. ഭാഗ്യത്തിന് സമയം തീർത്തു. ഇവര് പരസ്പരം തിന്നട്ടെ. ആ, നിങ്ങൾ പരസ്പരം അല്ലല്ല, ഞാൻ നെറ്റിയുള്ളപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്യും. ഇല്ല, ഐ റെസ്പെക്ട് ആണ്. അപ്പൊ ഞാനും ഐ റെസ്പെക്റ്റഡ്, അങ്ങനെയല്ല പറഞ്ഞത്. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ടേസ്റ്റ് ചെയ്യണം. Okay, ദേവേട്ടന്റെ അത്രയും സ്നേഹത്തോടെ തരുന്നതുകൊണ്ട്. ചമ്മന്തി. What is this? It's part of my heart. Giving to you. അതുകൊണ്ടല്ല, ഒന്നുമില്ല. വേണ്ട. മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നത്. മേലാൽ ഈറ്റാക്കൂട്ട് ഹൃദയം കൊണ്ട് എന്റെ അടുത്ത് വന്നാലേ. പക്ഷെ നമുക്ക് This is my love. This is my love. കഴിക്ക്. അങ്ങനെ തന്നെ വേണം. അടുത്ത പാട്ടിട്ടോളൂ. வாழ்வே மாயம் இந்த வாழ்வே മായം. വേണ്ട. ദർശന വിളിക്കുന്ന എന്റെ അച്ഛനെ. മതി, കല്യാണം വേണ്ട, തിരിച്ചു വിട്ടു. പക്ഷെ ഭാര്യമാരെന്തായാലും നമ്മളെ ഭർത്താക്കന്മാരും എന്ത് ചെയ്താലും നമ്മൾ അതിന് സപ്പോർട്ടായി നിൽക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ വീട്ടിൽ അവർ സഹായിച്ചതാണല്ലോ, നമ്മളുടെ ഡ്യൂട്ടി അവരെടുത്തതാണ്. ഇതാണ് സഹായം. ഇതാണ് സഹായം. അപ്പൊ ഭാര്യമാരാണ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയേണ്ടത് ഭർത്താവിനോട്. യമുനയ്ക്കും ദർശനയ്ക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഞാൻ വാരിത്തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. നിന്റെ അച്ഛൻ വഴക്ക് പറയും. ഞാൻ വാരിത്തരാം. എന്റെ അച്ഛൻ കൊല്ലാനല്ല പറഞ്ഞേ. അല്ല, ഈ പരീക്ഷണത്തിൽ ആരാ മികച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ എന്താ ഇവര് ചോദിക്കാനുള്ള ഒരു മനസ്സാ ചോദിക്കുക. അപ്പൊ നമ്മളുടെ ഈ ഒരു അവിടെ നിൽക്ക് ഇതില് ആരാണ് നമ്മളുടെ അഭിപ്രായമാണ് അശ്വതി ചോദിച്ചത്. പക്ഷെ ഇന്ന് ഈ ഷോയുടെ അഭിപ്രായം അശ്വതി പറയും. കൊടുക്ക ദേവൻ ചേട്ടാ. ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയോ? മേക്കപ്പ് കഴുകാൻ പോയ ജോബിയുടെ സൂസൻ വെണ്ടുരുത്തി പാലത്ത് ചാടി. മറ്റേ കുട്ടി ആലുവ പുഴയിലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും വിചാരിക്കുന്നു. അവര് അശ്വതി വീട്ടിലെ നമ്പർ വിളിക്കും, കഴിക്കും. അങ്ങനെയല്ല, മേലാൽ നീ നമ്മൾ ഓരോ നാട്ടുകാരത് പറഞ്ഞു പോരുത്. ശരിക്കുള്ള ചമ്മന്തി ടേസ്റ്റ് ചെയ്യും. അന്തർക്കടാഹം വരെ ഒന്ന് കത്തും, അത്രേ ഉള്ളൂ. അശ്വതി പറഞ്ഞു ഏൽപ്പിച്ചല്ലേ. ദേവേട്ടനെ പോലെ തന്നെ ഹോട്ട് ആൻഡ് സ്പൈസി. ഇനി നല്ലതാരെന്ന് പറ, ഞങ്ങൾക്ക് അറിയണം. മത്സരിച്ച രണ്ടുപേരും ഒന്നിനൊന്ന് പരാജയമായോണ്ട്
രണ്ടുപേരെയും നമ്മൾ പറഞ്ഞു വിടാണ്. വലിയ ഉപകാരം. താങ്ക് യു.